ഒറ്റ കാര്യം, പോലീസിന്റെ കുറ്റപത്രത്തിൽ കൊള്ളയടിച്ചത് ബിജെപിക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സുൽത്താൻ ബത്തേരി കോഴ കേസിൽ കെ സുരേന്ദ്രൻ ജാമ്യത്തിലാണ്. ചോദ്യം. ഇപ്പോ സുജയുടെ ഈ ഡിഫൻസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലയണൽ മെസ്സി എന്തുകൊണ്ട് സെഞ്ചുറി അടിച്ചില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ് സുജയുടെ ആർഗ്യുമെന്റ്. ഒന്നുമല്ല, നിങ്ങൾ ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി പറയാം. ലയണൽ മെസ്സി എന്തുകൊണ്ട് സെഞ്ചുറി അടിച്ചില്ല എന്ന മട്ടിലാണ് സുജയുടെ ചോദ്യം. മെസ്സി കളിക്കുന്നത് ഫുട്ബോളും സെഞ്ചുറി ക്രിക്കറ്റിലെയും സാമാന്യ ബോധമാണ്. PMLA ആക്ട് അന്വേഷിക്കുന്നത്, PMLA ആക്ട് പ്രകാരം ഒരു കേസ് എടുക്കേണ്ടത് ആരാ? കേരള പോലീസാണോ? കള്ളപ്പണം വെളുപ്പിക്കലാണ് അത് PMLA ആക്ട് പ്രകാരം അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത്. അതിൽ വന്നില്ല. അതിനാണ് ഇപ്പോൾ ഇത്രയും ടെൻഷൻ. കേക്കൂ, PMLA ആക്ട് പ്രകാരമുള്ള ഒരു കേസിൽ കേസ് എടുക്കേണ്ടത് കേരള പോലീസാണോ അത് ED ആണോ? കേരള പോലീസ് എടുത്ത കേസിൽ എന്ത് കണ്ടെത്തി? കേരള പോലീസിന് ഏത് കേസ് എടുക്കാൻ ഇങ്ങനെ ഇത്രയും പണം കൊണ്ടുവന്നെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ഇത് കള്ളപ്പണമാണെന്ന് തെളിയിക്കേണ്ട ചുമതല ആരുടേതാ? കള്ളപ്പണത്തെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് ED ആണ്. പക്ഷേ EDക്ക് അത് കള്ളപ്പണമാണെങ്കിലേ തെളിയിക്കാൻ കഴിയൂ. അല്ലാത്ത കേരള PMLA ആക്ട് പ്രകാരമുള്ള ഒരു കേസിൽ PMLA ആക്ട് 2002 പ്രകാരം ഒരു കേസിൽ ഒരു കള്ളപ്പണ ഇത്രയും തെരഞ്ഞെടുപ്പ് ബത്തേരി മഞ്ചേശ്വരം പോലെയാണ് ഈ കേസ്. ഇതെങ്ങനെ കെ സുരേന്ദ്രനിലേക്ക് മാത്രമായിട്ട് പോവുക? 25 ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. 25 ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ സുജയ. അതാ നോക്കൂ, നേരത്തെ പറഞ്ഞില്ല. ആദ്യത്തെ എഫ്ഐആറിൽ BJPയുടെ പേരുണ്ട്. ഒന്നല്ല, 25 ഇടത്താണ് BJPയുടെ വിവിധ സംസ്ഥാന നേതാക്കൾ, ജില്ലാ ഓഫീസിലെ സെക്രട്ടറിമാര് പണം കൈപ്പറ്റിയത്. ഏത് വണ്ടിയിൽ, എവിടെ വെച്ച്, എത്ര രൂപ കൈപ്പറ്റി? ഞാൻ ഉദാഹരണത്തിന് മാത്രം പറയാം. അതിന് തൃശ്ശൂർ മാത്രമാക്കേണ്ട, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലെയും നമുക്ക് നോക്കിപ്പോവാം. ഇവിടെ KSRTCയിൽ പണം കൊണ്ടുവന്ന് കൈമാറിയിരിക്കുന്നത് ഇതേ ധനരാജൻ കൈമാറിയിരിക്കുന്നത് ഒരു സോമശേഖരനാണ്. KL11 BJ എന്ന ലോറിയിൽ കൈമാറി അരൂർ ആലപ്പുഴയിൽ കൈമാറിയിരിക്കുന്നത് ഒരു പത്മകുമാരനാണ്. ഇനി ഇതേ ധനരാജൻ വന്ന് ഇതേ ധനരാജന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷംജീർ കൊടുത്തിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ കർത്തയ്ക്കാണ്, ആലപ്പുഴയിൽ. അയാൾ BJPയുടെ ട്രഷറാണ്. അയാളുടെ പേരുള്ളത് FIR-ലാണ്. അതിനുശേഷം തീർന്നിട്ടില്ല. KSRTC ബസ്സിൽ ഷിജിൻ കൊണ്ട് കൊടുത്തത് ബിനീഷിനാണ്. KL56G എർട്ടിഗയിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് BJP കോഴിക്കോടാണ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഇൻചാർജിനാണ്. തിരൂരിൽ കൊണ്ടുവന്ന് കൊടുത്തത്, ഇവിടെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കൊടുത്തത് ജില്ലാ സെക്രട്ടറിക്കാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി വാഹനത്തിന്റെ അടക്കമുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പോലീസ്. ഇതെങ്ങനെ പ്രതികളാക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കോഴയ്ക്കാണ് ഈ പണം ഉപയോഗിച്ചത്. IPC ആണ് നിൽക്കുന്നുണ്ട്. കേരള പോലീസ് അല്ലേ അന്വേഷിച്ച് IPC 17 ഈ പ്രകാരം കെ സുരേന്ദ്രനെതിരെ കേസ് ചാർജ് ചെയ്തത്. ബത്തേരിയും അതുപോലെ തന്നെ മഞ്ചേശ്വരവും അതുപോലെ തന്നെ ഇതിൽ ധർമ്മരാജൻ പറയുന്നുണ്ടല്ലോ, ഈ കൊടകരയിലെ കള്ളപ്പണം കവർച്ച ചെയ്യപ്പെട്ടതിന് താങ്കളുടെ കൂട്ടിച്ചേർക്കലാണ്. ധർമ്മരാജൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കള്ളപ്പണമല്ല. ധർമ്മരാജന്റെ അല്ല, ധർമ്മരാജൻ ആദ്യം 25 ലക്ഷമാണ് നഷ്ടമായത് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് സുരേന്ദ്രന്റെ മകന്റെ നമ്പറായ 9656292684. ഞാൻ ഈ പറയുന്ന നമ്പർ 9656292684 സുരേന്ദ്രന്റെ മകന്റെ നമ്പരാ, ഹരികൃഷ്ണൻ നമ്പരാ. ഈ കവർച്ച ചെയ്യപ്പെട്ട നിമിഷം ആദ്യം ധർമ്മരാജൻ വിളിക്കുന്ന നമ്പറുകളിലൊന്ന്. എന്തിനാ വിളിച്ചത്? തന്റെ പണം കവർച്ച ചെയ്യപ്പെട്ടു. എന്റെ പണം കവർച്ച ചെയ്താൽ ഞാൻ ഡോക്ടർ അരുണിനെ വിളിക്കില്ലേ? സുഹൃത്തായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കെ സുരേന്ദ്രന്റെ മകനെ ധർമ്മരാജന് വിളിച്ചു. കണക്കിൽപ്പെടാത്ത പണം എന്നുള്ളത് അത് ആട്രിബ്യൂഷൻ ആണ്. 25 ലക്ഷം എന്ന് പറഞ്ഞത് ഇതേ ധർമ്മരാജനല്ല, 3.5 കോടിയാണ്. പിന്നീട് ധർമ്മരാജന്റെ മൊഴി അനുസരിച്ച് 40 ലക്ഷം എന്ന് പറയുന്നു. ഇതേ ധർമ്മരാജൻ ലോറി KSRTC എട്ടിക്ക് പിടിച്ചും ടൊയോട്ട വന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ പണം കൊടുത്തു.
കൊണ്ടാവാൻ കഥയാണോ എന്നുള്ളത് മൂന്നര കോടിയാണോ അടുത്ത ചോദ്യം. സുജയ സാധാരണ സ്ഥലമാകാൻ പോകുമ്പോൾ 3.5 കോടിയായിട്ട് കാറിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, എനിക്ക് ഈ പണമിടപാടില്ലാത്തത് അപ്പൊ പണമിടപാടുള്ള ഒരു കേസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെ 50,000 രൂപയ്ക്ക് മുകളിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിഴ എടുക്കാൻ എന്താണ് ഇഡി പ്രതിയാക്കാത്തത്? അല്ല, ഇഡി PMLA ആക്ട് അനുസരിച്ചാണ് അന്വേഷിക്കുന്നത്, അല്ലാതെ ആദായ നികുതി വകുപ്പാണ് അതിൽ കൃത്യമായി നടപടി എടുക്കേണ്ടത്. ആദായ നികുതി വകുപ്പ് ഈ കേസിൽ 4 വർഷമായിട്ട് വരാത്ത എന്താ? ഞാൻ ചോദിക്കട്ടെ, ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം വരാത്തത് എന്താണ്? ആദായ നികുതി വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഈ പറയുന്ന രാജുവിന്റെ കത്ത് തലോടി വെള്ളയടിച്ചു നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതുപോലൊരു ഏജൻസി ഇഡി എന്ന് പറയുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഈ പണം എവിടെ നിന്ന് വന്നു? ഈ പണം എവിടെ നിന്ന് വന്നു? ഇവിടെ നിന്ന് നോക്കൂ. അല്ലല്ല, ഇത് കള്ളപ്പണമല്ല, ഇത് വെള്ളപ്പണ. ഇത് കള്ളപ്പണമല്ല, വെള്ളപ്പണ. സുനിൽ നായിക്കിനെ ചോദ്യം ചെയ്യാത്ത എന്താ? സുനിൽ നായിക്ക് ഇതിൽ കേസിന്റെ പരിധിയിൽ വരാത്ത ആളുകളെയൊക്കെ ചോദ്യം ചെയ്യണം. ഈ പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് 41 കോടി 40 ലക്ഷം രൂപയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഇഡി അന്വേഷണത്തിലേക്ക് പോകാൻ? 41 കോടി 40 ലക്ഷം രൂപയാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതിന് കൃത്യമായ തെളിവോടുകൂടി നടക്കുന്ന കാര്യമല്ല ഇത് കേരളത്തിലെ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ 3 ചോദ്യത്തിന് സുജയ്ക്ക് ഉത്തരവില്ല. ഒന്ന്, 25 ലക്ഷം എന്നുള്ളത് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? 3 കോടി 56 ലക്ഷം എന്നുള്ളത് ധർമ്മരാജൻ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു 25 ലക്ഷമായി? ഉത്തരവില്ലല്ലോ. അത് ധർമ്മരാജൻ പറയേണ്ട ഉത്തരവാണ്. ശരി, നമ്പർ 2 ധർമ്മരാജൻ പ്രോപ്പർട്ടി വാങ്ങാൻ വന്ന ട്രാവൻകൂർ പാലസിൽ താങ്കൾ പറഞ്ഞ PROയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടോ? PROയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടോ എന്ന് ധർമ്മരാജനാണ് ഫർണിഷ് ചെയ്യേണ്ടത്. പാലസിലെ ഹോട്ടൽ വെള്ളാപ്പള്ളിയുടെയാണ് വെച്ചിട്ട് ഈ വാങ്ങാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയാണെന്ന് ആര് പറഞ്ഞു? ട്രാവൻകൂർ പാലസ് ട്രാവൻകൂർ പാലസ് എന്ന് പിന്നെ ഇഡിയുടെ റിപ്പോർട്ട് പറയുന്നത് പാലസിന്റെ സ്ഥലം എന്നാണ് പറഞ്ഞത്. ട്രാവൻകൂർ പാലസിന്റെ സ്ഥലം, ആ സ്ഥലം മുഴുവൻ വെള്ളാപ്പള്ളി നടേശന്റേതാണെന്ന് താങ്കൾക്ക് ഉറപ്പ്? ട്രാവൻകൂർ പാലസിന്റെ സ്ഥലം പിന്നെ ട്രാവൻകൂർ പാലസിന്റെ അല്ലേ? സ്ഥലം ആ ലാൻഡ് ആർക്കാണ് ബിലോങ് ചെയ്യുന്നത്? ട്രാവൻകൂർ പാലസിന്റെ, അതായത് താങ്കൾ പറയുന്ന അനുസരിച്ച് വെള്ളാപ്പള്ളി, ഞാൻ പറയട്ടെ, തുഷാർ വെള്ളാപ്പള്ളിയുടെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി എന്താണ് സുജയ എന്നല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ് ഈ ഡീൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. തന്നെ വിശദീകരിക്കും. ട്രാവൻകൂർ പാലസിന്റെ ഈ ഹോട്ടൽ ഓൺ ചെയ്യുന്നത് വെള്ളാപ്പള്ളി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തിരുവനന്തപുരം കൊട്ടാരത്തിൽ ഒരു PROയുടെ സ്ഥലമാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ക്രെഡിബിൾ ഇൻഫർമേഷൻ ഫ്രം സോഴ്സസ്. എന്തൊക്കെയാണ് സുജയ പറയാ? സുജയ പറയുന്നത് ധർമ്മരാജൻ വാങ്ങാൻ പോയ സ്ഥലം, അല്ലെങ്കിൽ ധർമ്മരാജൻ പണം കൊടുക്കാൻ പോയ സ്ഥലം എന്ന് പറയുന്നത് അത് തുഷാറിന്റേതല്ല. ഒരു സംശയം എനിക്ക് തുഷാറിന്റേതല്ല എന്ന് ഉറപ്പിച്ചു. അത്ഭുതമാണ്, അത്ര എനിക്ക് പറയാം. Meet the editors.